ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫാണ്. അതിനുവേണ്ടി ഈ ഒരു എല്ലാ സാധനങ്ങളും ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. നമ്മൾ ഈ ചട്ടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊന്ന് വറുത്തതിന് ശേഷം ചൂടായതിനു ശേഷം ഇത് നന്നായി പൊടിച്ച് എടുക്കണം. അപ്പോൾ നമ്മൾ ഇത് മെയിൻ ആ ചട്ടി തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള വറുത്ത് കോരിയെടുക്കുകയാണ്. ഇതൊന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഒന്ന് ഇത് ഇളക്കിയെടുക്കണം. ഇതും കൂടി നമുക്ക് വറുത്ത് കോരി വെക്കണം. ഇത് നന്നായി ബ്രൗൺ കളറായി ഇതൊന്ന് വറുത്ത് കോരി വെക്കാണ്. നമ്മൾ ആദ്യം വറുത്ത് കോരിച്ച ഇൻഗ്രീഡിയൻസ് ഇല്ലേ അതോടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കുക്കർ വെച്ച് ചൂടാക്കി അതിലേക്ക് നമ്മൾ ബീഫ് ആഡ് ചെയ്തു. ഇനി നമ്മൾ വറുത്ത് വെച്ച സവാളയും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ആ പൊടിയും കൂടി അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചത് 1 ടീസ്പൂണ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി എല്ലാത്തിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളവും ഒഴിക്കണം. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് 2-3 വിസിലാണ്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബീഫ് ഇവിടെ തയ്യാറായി. ഇത് നല്ല അടിപൊളി ബീഫാണ്. അത് നമ്മളെ ബീഫ് ഇവിടെ നല്ലോണം റെഡി ആയി വന്നിക്കണേ. ഇത് കാണാൻ നല്ല രസമുണ്ട്, നല്ല അടിപൊളിയാണ്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് ചീരുള്ളി ഉണ്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ സാധനം ഇവിടെ സെറ്റ് ആയിക്കണേ. ഈ ചീരുള്ളി ഒന്ന് ഒരു ബ്രൗൺ കളർ വരെ ആവണ വരെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളെ ബീഫിലോട്ടൊന്ന് ബീഫ് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് ചൂടാക്കുക. എന്നിട്ട് നന്നായി ഒന്ന് രണ്ടും കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ സെറ്റായി വന്നാൽ നല്ല രസം കിട്ടും. പിന്നെ കുറച്ച് ഡെക്കറേഷന് ചപ്പും കരിയേപ്പിൻ്റെ ഇലയും ഒന്ന് അതിൻ്റെ മുകളിലിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ ബീഫ് ഇവിടെ സെറ്റായി. നല്ല അടിപൊളി ബീഫാണ്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഈ ബീഫിൻ്റെ കൂടെ കഴിക്കാനായി പൊറാട്ട കേട്ടോ നമ്മൾ ഇവിടെ വാങ്ങിയിട്ടുള്ളത്. നല്ല ബീഫും നല്ല അടിപൊളി പൊറാട്ടയും നല്ല കോമ്പിനേഷനാണ് രണ്ടും. എല്ലാവരും ബീഫ് ട്രൈ ചെയ്യണം. നല്ല അടിപൊളി പോലെ എല്ലാവരും ഉണ്ടാക്കി വെക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ബീഫും പൊറാട്ടയും സൂപ്പറാണ് കേട്ടോ കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും നമ്മൾ ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ബൈ ബൈ.